അപ്പൊ ഈ കടകളൊക്കെ കണ്ടുപിടിച്ച എങ്ങനെയാ നമ്മള്? കടകൾ ഞാൻ സത്യം പറഞ്ഞ കോവിഡിന്റെ സമയത്തിന് ഒരു വീട്ടിൽ പാലും കൊണ്ട് പോയതാ. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്കിന് ആൾക്കാർ വീട്ടിലില്ല. അപ്പൊ ഞാൻ ഇച്ചിരി സാധനം മേടിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി മല്ലപ്പള്ളി പോയി. അപ്പൊ ആ പച്ചക്കറി കടയില് പയറ് വാങ്ങിച്ചു. എന്റെ വീട്ടിലെ സർവ്വ ചെലവുകളും പിന്നെ എന്റെ പിള്ളേര് സോഫിയ ഇന്റർനാഷണലാ പഠിക്കുന്നത്. അവിടെ അവിടുത്തെ ഫീസും പുസ്തകങ്ങളും എല്ലാം വരുമാനം കണ്ടെത്താൻ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് 84 കിലോ ഉണ്ടായിരുന്ന ആളാ. 84 കിലോ. അപ്പൊ എന്റെ ഒരു ഇത് വെച്ച് പറയുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളിയിലുള്ള സൗമ്യ ചേച്ചിയുടെ പശുത്തൊഴുത്തിലാട്ടോ. ഈ ചേച്ചി ഒരു വീട്ടമ്മയായിരിക്കെ തന്നെ അത്യാവശ്യം വരുമാനം കണ്ടെത്തുന്നത് ഈ കാണുന്ന പശുക്കളിൽ നിന്നാണ്. ഇവർക്ക് ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ കുട്ടികളൊക്കെ പാടത്താണ്. പിന്നെ ഈ ബാക്കിൽ കണ്ടതാ ഇത് ചാണകമാണ്. കഴിഞ്ഞൊരു വർഷം 16,000 രൂപയുടെ ചാണകം മാത്രമാണ് ഈ ചേച്ചി വിറ്റത്. അപ്പോൾ എന്തായാലും നല്ല ലാഭകരമായിട്ട് തന്നെയാണ് ഈ ചേച്ചിയുടെ പശു വളർത്തൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ കാണാൻ പോണേ. നമുക്ക് നേരെ വീഡിയോയ്ക്കോ. ചേച്ചി നമസ്കാരം. നമസ്കാരം. എന്താ പേര്? സൗമ്യ. സൗമ്യ അല്ലേ? ഈ സ്ഥലത്തിന്റെ പേര് പറയാമോ? ഇത് മല്ലപ്പള്ളി, ആനിക്കാട്. പത്തനംതിട്ട ജില്ലയില്? പത്തനംതിട്ട ജില്ലയില് മല്ലപ്പള്ളി താലൂക്ക്. എത്രത്തോളം പശുക്കളുണ്ട് ഇപ്പൊ നമുക്കിപ്പോ? എനിക്കിപ്പം കറക്കുന്ന 4 പശുക്കളുണ്ട്. പിന്നെ അതിന്റെ തന്നെ കിടാക്കളുണ്ട്. എത്ര കിടാക്കളുണ്ട്? 5 കിടാക്കളുണ്ട്. ഈ 5നെ പുറത്തിറക്കി കെട്ടിയേക്കുക. പുറത്തുനിന്ന് ഒരാൾ വരുമ്പോ പേടിയാ. ആൾക്ക് ചെറിയ പേടിയാണല്ലേ? അതെ. അങ്ങനെ പുറത്തുനിന്ന് ആരും അങ്ങനെ വരുന്നില്ലല്ലോ. ഞാനും എന്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. നിങ്ങളെ നോക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. എത്രത്തോളം ഉത്പാദനം ഉണ്ട് നമുക്കിപ്പോൾ? ഇപ്പം പശുക്കളെല്ലാം ചെനയാ. അപ്പൊ അതിന്റേതായിട്ടുള്ള പാലിന്റെ കുറവും ഉണ്ട്. സാധാരണ നമുക്ക് എന്തോരം കിട്ടാറുണ്ട്? ഒരു 45 ലിറ്റർ. സാധാ എല്ലാം നമ്മുടെ നാടൻ പശുക്കളല്ലേ, ഹൈബ്രിഡ് ഒന്നും അല്ലല്ലോ. എന്തുകൊണ്ട് ഈ നാടൻ പശുക്കളെ വളർത്താൻ കാരണം? അസുഖങ്ങൾ തീരെ കുറവായിരിക്കും. അതായത് മറ്റേ ക്രോസ് ഇനങ്ങളല്ലേ? ഇതിപ്പോ സഹിവാള്. പിന്നെ ഇവരുടെ പേര് അമ്മാളു ഞങ്ങൾ വിളിക്കുന്നത്. അമ്മാളുവിന്റെ മോളാ അത്. അപ്പുറത്ത് നിൽക്കുന്ന കുട്ടിമാളു. അപ്പുറത്തല്ലേ? അതിന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത്. അങ്ങേറ്റം നിൽക്കുന്ന ദേവയാനി. എല്ലാവർക്കും നമുക്ക് പേരൊക്കെ ഉണ്ട്. ഇയാൾക്ക് എത്രത്തോളം പാൽ ഉത്പാദനം ഉണ്ട്? ഇയാൾക്ക് പ്രസവിക്കുന്ന സമയത്താണെങ്കിൽ 12-13 ലിറ്റർ പാലുണ്ട്. സഹിവാളിന്റെ ഇത് കാലത്താണോ ഉദ്ദേശിച്ചത് അതോ ടോട്ടലാണോ? അല്ല, രാവിലെ മാത്രം. ഉച്ച കഴിഞ്ഞാൽ എന്തോരം കിട്ടുന്നുണ്ട്? ഉച്ചക്ക് 5 ലിറ്റർ 6 ലിറ്റർ അങ്ങനെ. അത് നമ്മള് കൊടുക്കുന്ന തീറ്റയുടെയും. അപ്പൊ ഒരു 18-20ഓളം കിട്ടും. അത് ആദ്യത്തെ 3 മാസം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ പാലിന്റെ അളവ് കുറഞ്ഞോണ്ടിരിക്കും. അപ്പുറത്തെ ആൾക്ക് എന്തോരം ഉണ്ട്? അത് ഈ വിളക്കാട്ടിൽ കുറച്ചും കൂടെ ഇതാ, കാരണം ഇവരുടെ മകളാ അത്. അപ്പൊ അത് അതിൻ്റെതായിട്ടുള്ളത്. നമ്മുടെ പാലിന്റെ വിൽപ്പനയൊക്കെ എങ്ങനെയാ? ഞാൻ പാല് സ്റ്റോറുകളിൽ കൊടുക്കുന്നില്ല, കടകളിലും വീടുകളിലും മാത്രം. നമ്മൾ എത്രയും കഷ്ടപ്പെട്ട് കൊണ്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ പൈസ വളരെ തുച്ഛമായിട്ടേ കിട്ടത്തുള്ളൂ. പിന്നെ അളവും കാണത്തില്ല. പിന്നെ ഫാറ്റ് അങ്ങനെ ഇങ്ങനെ നമുക്ക് പൈസ കിട്ടത്തില്ല. പിന്നെ നമ്മൾ കഷ്ടപ്പെടുന്നതിന് ഒരു പ്രയോജനം വേണ്ടേ? ഇപ്പൊ എത്ര നാളായിട്ട് നമ്മൾ ഈ പശു വളർത്തുന്നത്? ഞാൻ കോവിഡിന്റെ സമയത്ത് തുടങ്ങിയതാ. ആ സമയത്ത് കോവിഡിന്റെ സമയത്ത് ഒരു പശുവിനെ തുടങ്ങിയതാ. ഒരെണ്ണത്തെ തുടങ്ങിയതാ. ഈ കൂട് നിറച്ച് എനിക്ക് കൂട് കിടാക്കളും എല്ലാം ഉണ്ട്. പക്ഷെ എല്ലാരും ഇറക്കി കെട്ടിയൊക്കെ ഈ സമയം ആയതുകൊണ്ട്. അങ്ങനെയല്ലേ? ഈ കൂടിന് വലിയ ഹൈറ്റ് ഒന്നുമില്ല. പിന്നെ ഇത് പ്ലാസ്റ്റിക് ആണോ? അല്ലല്ല, ഷീറ്റാണ്. അപ്പുറയാണ് മറ്റേ തകര ഷീറ്റ് അല്ലേ? അതെ. ഇപ്പൊ ടോട്ടല് കറക്കുന്നത് 4. ഈ 4 പേരുടെ മക്കളെ, പിന്നെ ഒരാളുടെ 2 മക്കളെ, അങ്ങനെ ഉണ്ട്. അപ്പൊ ഒരു 4 8 13 പേരുണ്ട്. അത്രയും പേരുണ്ട്. അത്രയും പേരുണ്ട്. എല്ലാരും ഇറക്കി കെട്ടിയേക്കുക. കിടാക്കളെ മുഴുവൻ നമ്മൾ പുറത്തിറക്കി കെട്ടും. ആ തുടക്കം ഒരെണ്ണം വാങ്ങിച്ചിട്ട് പിന്നെ വാങ്ങിക്കേണ്ട വന്നിട്ടുണ്ടോ? പിന്നെ 2-3 പേരെ കൂടെ. ദേവയാനിയെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാ. ദേവയാനി നിൽക്കുന്നത്. ബാക്കി ഇവര് 2 പേര്. ഇവിടെ മകള് ഒരാളും കൂടെ തീറ്റി തിന്നാൻ പോയിട്ടുണ്ട്. പിന്നെ അവിടെ മകള് തീറ്റി തിന്നാൻ പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയേക്കുവാ. ഇനി എത്ര മണിക്ക് തിരിച്ചുകൊണ്ടേ? 5 മണി 5:30 ആകുമ്പോഴേ വരത്തുള്ളൂ. 5:30 അന്നേരം വരത്തുള്ളൂ. പിന്നെ ഈ വിൽപ്പന എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ കടകൾ എന്ന് പറഞ്ഞാൽ കാലത്ത് മാത്രമാണ്? ഉച്ചയ്ക്കും കടകൾ കൊടുക്കും? അല്ല, കാലത്ത് നമ്മൾ കൊണ്ട് കൊടുക്കും. പാല് തീരുവാണെങ്കിൽ അവര് നേരത്തെ വിളിച്ചു പറയും. അങ്ങനെയാണ്. ഉച്ചക്കത്തെ പാലുണ്ടെങ്കിൽ നമ്മൾ അന്നേരം കൊണ്ട് കൊടുക്കും. അപ്പൊ ഈ കടകളൊക്കെ കണ്ടുപിടിച്ച എങ്ങനെയാ നമ്മള്? കടകൾ ഞാൻ സത്യം പറഞ്ഞ കോവിഡിന്റെ സമയത്തിന് ഒരു വീട്ടിൽ പാലും കൊണ്ട് പോയതാ. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്കിന് ആൾക്കാർ വീട്ടിലില്ല. അപ്പൊ ഞാൻ ഇച്ചിരി സാധനം മേടിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി മല്ലപ്പള്ളി പോയി. അപ്പൊ ആ പച്ചക്കറി കടയില് പയറ് വാങ്ങിച്ചിട്ട് പാല് കൊടുത്തു. ആ പാൽ അവർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അവര് അന്ന് വൈകിട്ട് തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നാളെ തൊട്ട് പാല് തരാമെന്ന് ചോദിച്ചപ്പോ നമുക്ക് ഇവിടുന്ന് മല്ലപ്പള്ളി വരെ 1 ലിറ്റർ പാല് കൊണ്ടുപോകുന്നത് നഷ്ടമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെയാണെ പറ്റത്തില്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, 5-6 പേരുണ്ടെങ്കിൽ ഞാൻ പാല് കൊണ്ട് തരാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അവര് ആ ആള് തന്നെ കടകളിലെല്ലാം ചോദിച്ച് അന്ന് പിറ്റേ ദിവസം തൊട്ട് പാല് കൊടുക്കാമെന്ന്. ഇവിടെ പുള്ളിക്കാരൻ ഇതിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാ. അന്ന് വൈകിട്ട് തന്നെ എവിടെയോ പോയി ഒരു പശുവിനെ കണ്ടുപിടിച്ച് പിറ്റേ ദിവസം ഒരു പശുവിനെ കൊണ്ടുവന്ന് ജോപ്പൻ ഉൾപ്പെടെ ഇവർ 2 പേരും കൂടെ പോയത്. പോയി അങ്ങനെ കൊണ്ടുവന്ന് പിന്നെ അങ്ങോട്ട്
എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി. പിന്നെ കടകളിലായി. അങ്ങനെ ഇപ്പൊ 3 കടകളിൽ വിൽക്കുന്നുണ്ട്. പിന്നെ വീടുകളിൽ എന്തോരം കൊടുക്കണം നമ്മൾ? വീടുകളിൽ വൈകിട്ടേ കൊടുക്കത്തുള്ളൂ. ഉച്ച കഴിഞ്ഞിട്ട് മാത്രമല്ലേ? ഉച്ച കഴിഞ്ഞ്, രാവിലെ വീടുകളിൽ കൊടുക്കുന്നില്ല. ഉച്ച കഴിഞ്ഞ് നമുക്ക് ഏകദേശം എത്രത്തോളം ഉത്പാദനം ഉണ്ടാവും ചേച്ചി? ഇപ്പൊ വളരെ കുറവാണ്. കാരണം അന്നേരം നമ്മള് പശുവിന്റെ പാൽ അങ്ങനെ അധികമായിട്ട് ഉത്പാദിപ്പിക്കാൻ നോക്കത്തില്ല. പെല്ലറ്റിന്റെ അളവും ഒക്കെ നമ്മൾ കുറയ്ക്കും. പിന്നെ ഈ കുട്ടികളെ നിർത്തുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ തീറ്റ ചെലവൊക്കെ കൂടുതലായതുകൊണ്ട് ഈ കുട്ടികളെ നിർത്തണം നമുക്ക് അത്ര കുട്ടികളെ നിർത്തുന്ന പറഞ്ഞാൽ നമ്മള് പുറത്തുനിന്ന് ഒരു പശുവിനെ മേടിക്കുകയാണെങ്കിൽ ഇപ്പൊ 1 ലക്ഷം രൂപ അടുത്ത ഒരു പശുവിന്. ഇതാകുമ്പോഴത്തേക്കിനും നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ വളർത്തി നമുക്ക് തന്നെ അറിയാം ഇതിന്റെ അമ്മയ്ക്ക് എത്ര ലിറ്റർ പാല് കിട്ടും. അപ്പൊ ഈ കുഞ്ഞിനെ നമ്മൾ എങ്ങനെയാ കുത്തി വെച്ചേക്കുന്നത്, അത് എങ്ങനെയാ ഉണ്ടായത്, നമുക്ക് കുഞ്ഞിലെ തൊട്ടുള്ള അതിന്റെ വളർച്ചയും കാര്യങ്ങളും അറിയുമ്പോൾ നമ്മളുമായിട്ടൊരു ഇണക്കവും വരും. ഇപ്പൊ തന്നെ കണ്ടില്ല, ഇയാള് വന്നപ്പോഴത്തേക്കിന് ഇത് അടുത്തില്ല. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് നിൽക്കുകയോ എന്ത് വേണേലും ചെയ്യാം. പുറത്തുനിന്ന് മേടിക്കുന്ന പശുവാണെങ്കിൽ അത് ചവിട്ടും നമുക്ക്. എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഒരു വീട്ടമ്മ എന്ന നിലയ്ക്ക് നമുക്ക് പശുവിനെ വളർത്തണം. അപ്പൊ കാലത്ത് എഴുന്നേക്കണം. കാലത്ത് എത്ര മണിക്ക് എഴുന്നേക്കണേ? അതൊന്നും ഞാൻ പറയത്തില്ല. കാലത്ത് എഴുന്നേക്കുന്ന കണക്ക് പറയാൻ പറ്റത്തില്ല. ഈ കഷ്ടപ്പാടെല്ലാം കഴിഞ്ഞ് കിടക്കുമ്പം ചിലപ്പോ എനിക്ക് ഉറക്കം എപ്പോഴാണോ തീരുന്നത് അന്നേരം ഞാൻ എഴുന്നേക്കത്തുള്ളൂ. കടകളിൽ പാല് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ കുഴപ്പമില്ല, പ്രശ്നമില്ല. പിന്നെ വീട്ടമ്മ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വരുമാനവും കിട്ടും. എന്റെ കാര്യങ്ങൾ മുഴുവൻ ഈ പശുവിന്റെ കാര്യത്തിലാണ് നടക്കുന്നത്. എന്റെ കാര്യങ്ങൾ വീട്ടിലെ സർവ്വ ചെലവുകളും പിന്നെ എന്റെ പിള്ളേര് സോഫിയ ഇന്റർനാഷണലാണ് പഠിക്കുന്നത്. അവിടെ അവിടുത്തെ ഫീസും പുസ്തകങ്ങളും എല്ലാം നല്ല സപ്പോർട്ടാ. എന്റെ കുഞ്ഞുങ്ങൾ എനിക്ക് നല്ല സപ്പോർട്ടാ. ഇപ്പൊ തന്നെ ഇപ്പൊ വെയിൽ അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. പശുവിന്റെ വയറ് നിറയുന്ന അവരുടെ കണക്ക്. കുട്ടികളാണ് പശുക്കളെ കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നത്. ഞാൻ ഇടയ്ക്ക് പോലും പോയി നോക്കേണ്ട ആവശ്യമില്ല. അവരതിനെ സംരക്ഷിച്ചോളും. എത്ര പേരുണ്ട്? 2 ആൺപിള്ളേര്. അപ്പൊ ഇത്ര സമയം ചേച്ചി പറഞ്ഞത് ചേച്ചിക്ക് ഇത് ലാഭകരമാണ്. എനിക്ക് എന്താ നമ്മളിങ്ങനെ ഒരുപാട് ഡെപ്പോസിറ്റ് ചെയ്യാനും കാര്യങ്ങളും അങ്ങനൊന്നും ചെയ്തില്ലെങ്കിലും അതില്ലെങ്കിലും നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും. എനിക്കെന്ന് പറഞ്ഞാൽ ഇതുങ്ങളോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വളർത്തുന്നത്. പിന്നെ എനിക്ക് വരുമാനം. അതാ ഈ 2 കാര്യം കൊണ്ട്. അല്ലാതെ എന്നെ നിർബന്ധിച്ച് ആരും ചെയ്യിപ്പിക്കുന്നതല്ല. പിന്നെ ഈ ചാണം നമുക്ക് വരുമാനമാണോ? ചാണം വരുമാനമാണ്. പക്ഷെ നമുക്ക് ആള് തീരെ കുറവാ. അതായത് ചാണം കൊണ്ടുപോകാൻ ആള് കുറവാ. കൊണ്ടുപോകണമെങ്കിൽ എത്രത്തോളം നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട്? കൊണ്ടുപോകാൻ കഴിഞ്ഞ തവണ നമ്മൾ 10-13 രൂപയുടെ ചാണകം കൊടുത്തായിരുന്നു കഴിഞ്ഞ വർഷം. ഇപ്പൊ അതിന്റെ 10 ഇരട്ടി കൊടുക്കാനുണ്ട്. പക്ഷെ ആളില്ല. ഉണക്കച്ചാണകമാണോ? ഉണക്കച്ചാണകമാ. അത് ഇപ്പൊ ഈ ആദ്യം കിടക്കുന്നതൊക്കെ പച്ചയാണ്. അടിയിലോട്ട് ഉണങ്ങിയാ കിടക്കുന്നത്. ഓ അങ്ങനെയല്ലേ? ഇത്രത്തോളം കൊടുക്കാനുണ്ടല്ലേ ഇപ്പൊ? ഇഷ്ടം പോലെ ഉണ്ട്. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് 84 കിലോ ഉണ്ടായിരുന്ന ആളാ. 84 കിലോ. അപ്പൊ എന്റെ ഒരു ഇത് വെച്ച് പറയുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ലൊരു ഇതാകും. ഇപ്പൊ 68. എന്റെ അമ്മ അപ്പൊ മിക്കവാറും ഒരു 20ഓളം കിലോ കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് BP പ്രശ്നം ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ. ഒരു പണിയില്ലല്ലോ, ഫുഡ് കഴിക്കുക, വീട്ടിൽ ചുമ്മാ ഇരിക്കുക. 34 ആടുണ്ടായിരുന്നു ആ സമയത്ത്. ആടിന് നമ്മൾ വലിയ കഷ്ടപ്പാടൊന്നുമില്ല. അന്നൊക്കെയാന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ പറമ്പുകൾ വെറുതെ കിടക്കുമായിരുന്നു. ഇപ്പൊ അവിടെ ബിൽഡിംഗ് ഒക്കെ ആയത്. അതിനിങ്ങനെ അഴിച്ചു വിടുക, അവിടെ ചുമ്മാ ഏതെങ്കിലും ഒരു കല്ലിന്റെ പുറത്ത് കയറിയിരിക്കുക. ഇതൊക്കെയാണ് അന്നത്തെ പണി. പശു ആയപ്പോ പണി കൂടി. പണി കൂടുമ്പോ നമുക്ക് അത്യാവശ്യം ആരോഗ്യം ഉണ്ടാകും. അപ്പൊ നമ്മൾ കണ്ട സൗമ്യ ചേച്ചിയുടെ ഒരു മോനാണ്. എന്താ പേര്? ആദിയില്ലേ? ഇപ്പൊ എത്ര എണ്ണം ഉണ്ട് ഇവിടെ നമ്മൾക്ക് ഈ പാടത്ത്? 4 നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ കുട്ടികളാണല്ലേ? ഇവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞു മോനെ. കറുത്ത നെറ്റി ലവ് ഉള്ള ലൗക്കി. ഇത് ചിപ്പി. അത് ചീറ്റോസാ. ഏത് ചീറ്റോസാ? ഇത് ചീറ്റോസ്. അതിന്റെ അപ്പുറം മഞ്ചാടി. ഇതുങ്ങളപ്പോ നിങ്ങൾ 2 മണിയാണ് ഇവിടെ കൊണ്ടുവരണേ? എത്ര മണിക്ക് കൊണ്ടുവരും? 9 മണിയാകുമ്പോഴേക്കും കൊണ്ടുവരും അല്ലേ? എത്ര മണിയാകുമ്പോൾ തിരിച്ചു കൊണ്ടുപോകും? 5 മണി 5:30 ആകുമ്പോൾ കൊണ്ടുപോകും. ഇപ്പോഴത്തെ അവസ്ഥയിൽ 12:45 ഇതൊരു വീട്ടിൽ പോകില്ല? അപ്പൊ ഞങ്ങള് വീട്ടിൽ പോവായിരുന്നു ഉച്ചക്ക് അല്ലേ? 9 മണിക്ക് കൊണ്ടുവന്നിട്ട് മക്കൾ ഇവിടെ തന്നെ ആയിരുന്നാ? മാറ്റി കിട്ടൂലേ? സ്കൂൾ അവധി ആയതാണ് ഇങ്ങനെ? നേരത്തെ കൊണ്ടുവരും. സ്കൂളുള്ള ദിവസം കൊണ്ടുവരും. സ്കൂള് 2 മണി വരെ ഉള്ളു. അത് കഴിഞ്ഞ് ഞങ്ങള് വരും. ഓ അങ്ങനെയാണല്ലേ? എന്ത് പറ്റി ഈ പശുവിനോട് ഇത്ര ഒരു സ്നേഹം? അമ്മ അച്ഛനും വളർത്തുന്ന കണ്ടിട്ട് എടുത്തോണ്ട് വന്നതാ. അങ്ങനെയാണല്ലേ?